ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ടുള്ള ചന്ദ്രയാനാണ്. 5 ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞു. വളരെ വിശകലനം ചെയ്ത് പഠിക്കാനുള്ള ടോപ്പിക്കാണ്. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും, അത് LGS ലെവലായിക്കോട്ടെ അല്ലെങ്കിൽ LDC ലെവലായിക്കോട്ടെ, ഏത് പരീക്ഷയ്ക്കായാലും വളരെ ഡീപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ചന്ദ്രയാൻ. ചന്ദ്രയാൻ 3 മാത്രമല്ല 2ഉം 1ഉം ചോദിക്കും. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നിന്നുള്ള മാർക്ക് നമ്മൾ ഉറപ്പിച്ച് വെക്കണം. 100-1 മാർക്ക് നെഗറ്റീവ് മാർക്ക് അടിക്കാതെ തന്നെ നമുക്ക് സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് ചന്ദ്രയാൻ തരുന്നത്. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ടോപ്പിക്സ് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ഒന്നാമത്തത് G20 ആയിരുന്നു. G20യെ കുറിച്ചിട്ട് നമ്മൾ വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ വരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട്. അതല്ല എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ എല്ലാം വിത്ത് PDF ലഭിക്കണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൂടി നിങ്ങൾ ജോയിൻ ചെയ്യണം. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ചന്ദ്രയാൻ 3 ആണ്. ചന്ദ്രയാൻ 3 പറയുന്നതിന് മുന്നേ പണ്ട് കാലത്ത്, അതായത് 2008 സമയങ്ങളിലൊക്കെ PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്ത്? ഇന്ത്യയുടെ ചന്ദ്രദൗത്യ പദ്ധതി ഏത്? അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇന്ത്യയിലെത്താനുള്ള പദ്ധതിയുടെ പേരെന്ത്? എന്താണത്? അതാണ് ചന്ദ്രയാൻ. ആ ചന്ദ്രയാന്റെ മൂന്നാമത്തെ ഘട്ടമാണ് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. അതായത് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചു, 2 വിക്ഷേപിച്ചു, 3ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിക്ഷേപിച്ചിരിക്കുന്നത്. ഈ ചന്ദ്രയാൻ 3ന്റെ പ്രത്യേകത ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതായത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ പറ്റി. ആർക്ക്? നമ്മുടെ ഇന്ത്യക്ക്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുവാണ്, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യത്തെ രാജ്യം ഏത്? ഏതാണ്? ഇന്ത്യ ആണ് ആദ്യത്തെ രാജ്യം ദക്ഷിണ ധ്രുവത്തിൽ. ഏതിന്റെ ദക്ഷിണ ധ്രുവത്തിൽ? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യത്തെ രാജ്യം. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പഠിക്കേണ്ട ഒരു ഡേറ്റ് ആണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്. കഴിഞ്ഞ വർഷമാണ് വിക്ഷേപിച്ചത്. 2023 ജൂലൈ 14. ജൂലൈ 14 നമുക്ക് അറിയാന്നുള്ള ഡേറ്റ് ആണ്. എന്നാണ്? ജൂലൈ 21 ചാന്ദ്രദിനം. അപ്പൊ അതിനോടൊക്കെ അനുബന്ധിച്ച് ജൂലൈ 14 2023 ജൂലൈ 14 വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? സ്ഥിരം എവിടെയാണ്? നമ്മുടെ ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലുള്ള ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ഇത് ഭ്രമണപഥത്തിലെത്തിയത്, അതായത് ചന്ദ്രന്റെ ഭ്രമണപഥത്തില് ചന്ദ്രയാൻ 3യുടെ പേടകം എത്തിയത് എന്നാണ്? ജൂലൈ 14 വിട്ടത് ജൂലൈ ഓഗസ്റ്റ് 5 എത്തിയത്. ഇങ്ങനെ ഭ്രമണപഥത്തിലെത്താൻ 41 ദിവസം എടുത്തു. 41 ദിവസമല്ല, മൊത്തത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ഡേറ്റ് ആണ് 41 ദിവസം എന്ന് പറയുന്നത്. അതിവിടെ കാരണം ജൂലൈ 14 ഓഗസ്റ്റ് 5 എത്തിയപ്പം ഭ്രമണപഥത്തിലാണ് എത്തിയത്. ഇനി ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് ഓഗസ്റ്റ് 23 അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് മൊത്തം 41 ദിവസം കൊണ്ടാണ് ചന്ദ്രയാൻ 3 നമ്മുടെ ഭൂമിയിൽ നിന്നും ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ചന്ദ്രയാൻ 3യുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? ക്വസ്റ്റ്യൻ നമുക്ക് ഹിന്റ് വെച്ചിട്ട് പഠിക്കാൻ പറ്റും. പ്രൊജക്റ്റ് ഡയറക്ടറിന്റെ P എടുക്കുക. P വീരമുത്തുവേലാണ് പ്രൊജക്റ്റ് ഡയറക്ടർ. അപ്പോൾ ചന്ദ്രയാൻ 3യുടെ പ്രൊജക്റ്റ് ഡയറക്ടർ ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. P4 പ്രൊജക്റ്റ് ഡയറക്ടറിന്റെ P4 P വീരമുത്തുവേലാണ്. അടുത്തത് മിഷൻ ഡയറക്ടർ ചോദിക്കാറുണ്ട്. മിഷന്റെ M4 മിഷൻ അല്ലേ? അപ്പോൾ മിഷൻ ഡയറക്ടർ ആരാണ്? മോഹൻ കുമാർ ആണ്. മറക്കരുത്, പ്രൊജക്ട് ഡയറക്ടർ P വീരമുത്തുവേലും മിഷൻ ഡയറക്ടർ മോഹൻ കുമാറുമാണ്. ഇനി നമ്മുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? S സോമനാഥ് ആണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്ന സമയത്തെ ISRO ചെയർമാൻ ആരെന്ന് ചോദിച്ചാലും S സോമനാഥ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ചന്ദ്രയാൻ 3 ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യമാണ്. ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ഏത്? ചന്ദ്രയാൻ 3.
ഇത് വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ്. ഇത് ഭ്രമണപഥത്തിലെത്തിയത് ഓഗസ്റ്റ് 5 ഇതിന്റെ പ്രൊജക്ട് ഡയറക്ടർ P വീരമുത്തു വേലാണ്. മിഷൻ ഡയറക്ടർ M4 മോഹൻ കുമാറാണ്. ISRO ചെയർമാൻ ഈ സമയത്ത് S സോമനാഥനാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്. ചന്ദ്രയാൻ 3 ചെലവ് എത്രയാണ്? ടോട്ടൽ കോസ്റ്റ് എത്രയായി? 615 കോടിയാണ്. എത്രയാണ്? 615 കോടിയാണ് ചന്ദ്രയാൻ 3 ദൗത്യം വിജയകരമായി വിക്ഷേപിച്ചപ്പോൾ ഉണ്ടായത്. ചെലവെത്ര? 615 കോടി. ഇനി ചന്ദ്രയാൻ 3 ഭാരം എത്രയാണ്? 3900 കിലോഗ്രാം ആണ്. 3900 കിലോഗ്രാം. 4000-ന് 100 കിലോഗ്രാമിന്റെ കുറവ്. 3900 കിലോഗ്രാം ആണ് ചന്ദ്രയാൻ 3 ഭാരം. വിക്ഷേപണ വാഹനം ഇത് വിക്ഷേപിച്ചത് ചന്ദ്രയാൻ 3 എന്ന പേടകം വിക്ഷേപിച്ചത് ഏത് വാഹനത്തിലാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. LVM-3M4 ആണ്. LVM-3M4 ആണ്. ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യനുമാണ്. വിക്ഷേപണ വാഹനം ഏതാണ്? LVM-3M4. ഇനി ISROയ്ക്ക് ചന്ദ്രയാൻ 3 നിന്നും ആദ്യമായിട്ട് ലഭിച്ച സന്ദേശമാണ് ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. അപ്പോൾ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം കിട്ടണമെങ്കിൽ എവിടെ എത്തണം? ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തണം. അപ്പോൾ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയ സമയത്താണ് ആദ്യമായിട്ട് ചന്ദ്രയാൻ ISROയ്ക്ക് ഒരു സന്ദേശം അയക്കുന്നത്. ആ സന്ദേശമാണ് ഏത്? ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നുള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്കറിയാം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. ഈ ഡേറ്റ് മറക്കരുത്. 2023 ഓഗസ്റ്റ് 23 അതായത് 2023 ജൂലൈ 14 വിക്ഷേപിച്ചു. ദെൻ ഭ്രമണപഥത്തിലെത്തിയത് 2023 ഓഗസ്റ്റ് 5. 2023 ഓഗസ്റ്റ് 23 എവിടെ എത്തി? ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തു. സോഫ്റ്റ് ലാൻഡ് ചെയ്തതിന് ശേഷം ചന്ദ്രയാൻ 3 എന്ത് ചെയ്തു? ISROയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു. എന്ത്? ഇന്ത്യ, ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു. ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷനിലെത്തി, ദെൻ നിങ്ങളും. ഓക്കെ, അപ്പൊ ഇന്ത്യ, ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചന്ദ്രയാൻ 3യുടെ സോഫ്റ്റ് ലാൻഡിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. സോഫ്റ്റ് ലാൻഡിങ് ചെയ്തതിന് ശേഷം പേടകത്തിൽ നിന്ന് അയച്ച മെസ്സേജ് ആണ്, ISROയ്ക്ക് അയച്ച മെസ്സേജ് ആണ് ഇന്ത്യ, ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു എന്നത്. അടുത്തത് നമ്മൾ പറഞ്ഞു ചന്ദ്രനിലെ ദക്ഷിണ ധ്രുവത്തിലാണ് എന്ത് ചെയ്തത്? സോഫ്റ്റ് ലാൻഡ് ചെയ്തതെന്ന്. ഈ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് ചന്ദ്രനിലെ ഗർത്തങ്ങളിലാണ്. ചന്ദ്രന്റെ ഒരുപാട് ഗർത്തങ്ങളുണ്ട്. ഈ ചന്ദ്രനിലെ ഗർത്തങ്ങളായ മാൻസിനസ്, സിസിം, പൊളിസസ് ജസ്റ്റ് ഓർമ്മിച്ചിരുന്നാൽ മതി. മാൻസിനസ്, സിസിം, പൊളിസസ് ഗർത്തങ്ങൾക്കിടയിലാണ് എന്ത് ചെയ്തത്? ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. മാൻസിനസ്, സിസിം, പൊളിസസ് ഗർത്തങ്ങൾക്കിടയിലാണ് സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. ഓക്കെ, ഇനി ഈ സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലത്തിന് നമ്മുടെ നരേന്ദ്രമോദി ഒരു പേരിട്ടു. അതിൻ്റെ പേരാണ് ശിവശക്തി പോയിന്റ്. സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലത്തിൻ്റെ പേരെന്താണ്? ശിവശക്തി പോയിന്റ് ആണ്. ഈ ശിവശക്തി പോയിന്റ് എന്ന പേരിട്ടത് നരേന്ദ്രമോദിയാണ്. ദെൻ 2023 ഓഗസ്റ്റ് 23 ലാൻഡ് ചെയ്തത്. അതായത് ചന്ദ്രയാൻ ദൗത്യം വളരെ വിജയകരമായി. സോ ആ ഡേറ്റ് ഓഗസ്റ്റ് 23 ഇനി മുതൽ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാനായിട്ട് ഇന്ത്യ തീരുമാനിച്ചു. അപ്പോൾ അടുത്ത ചോദ്യം ഇതായിരിക്കും, ഇന്ത്യയുടെ ബഹിരാകാശ ദിനം എന്നാണ്? ഓഗസ്റ്റ് 23. ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 വിജയകരമായിട്ട് വിജയകരമായിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ഓഗസ്റ്റ് 23 എന്താക്കിയെടുത്തത്? ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. ഇനി നമ്മുടെ ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള 15 മിനിറ്റ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മിനിറ്റ്സ് ആയിരുന്നു. ഈ മിനിറ്റ്സിനെ 15 മിനിറ്റ് ഓഫ് ടെറർ, എന്താണ് 15 മിനിറ്റ്സ് ഓഫ് ടെറർ എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ ISRO ചെയർമാനായ S സോമനാഥ് ആണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്യുന്നതിന് മുമ്പുള്ള 15 മിനിറ്റ് 15 മിനിറ്റ് ഓഫ് ടെറർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? S സോമനാഥ് ആണ്. ക്ലിയർ ആയല്ലോ? ഇത്രയും ക്ലിയർ ആയല്ലോ? ചെലവ് 615 കോടി, ഭാരം 3900 കിലോഗ്രാം,
വിക്ഷേപണ വാഹനം മറക്കരുത്, LV-M3M4 ആണ്. ISROയ്ക്ക് ലഭിച്ച ആദ്യത്തെ സന്ദേശം, ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. സോഫ്റ്റ് ലാൻഡ് ചെയ്ത ഡേറ്റ് വളരെ ഇമ്പോർട്ടൻറ്റ്, 2023 ഓഗസ്റ്റ് 23. സോ ഓഗസ്റ്റ് 23 ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നു. ദെൻ ഒരു ഗർത്തത്തിന്റെ ഇടയിലാണ് ഇത് സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. ആ ഗർത്തങ്ങളുടെ പേര് മാൻസിസ് സിസിംപോളിസസ്. ദെൻ ശിവശക്തി പോയിന്റ് എന്ന് ലാൻഡ് ചെയ്ത സ്ഥലത്തിന് പേരിട്ടത് നരേന്ദ്ര മോദിയാണ്. ഓക്കെ, അടുത്തത് നമ്മുടെ ചന്ദ്രയാന് 3 പാർട്ടുകളാണുള്ളത്. പിന്നെ ഏതൊക്കെയാണ്? ഒരു ലാൻഡർ ഉണ്ട്, റോവർ ഉണ്ട്, പിന്നെ ഒരു പ്രൊപ്പൽഷൻ യൂണിറ്റും ഉണ്ട്. ഇതിനകത്ത് ലാൻഡറിന്റെ പേര് വിക്രം എന്നാണ്. വിക്രം ലാൻഡറിന്റെ പേരെന്താണ്? വിക്രം എന്നാണ്. ചന്ദ്രയാൻ 2 പഠിക്കുമ്പോൾ ചന്ദ്രയാൻ 2 എന്ത് ചെയ്തു? സക്സസ് ആയില്ല. അപ്പൊ ചന്ദ്രയാൻ 2 ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തതാണ് ചന്ദ്രയാൻ 3. സോ ചന്ദ്രയാൻ 2 റോവറും ലാൻഡറും ഉണ്ടായിരുന്നു. അതിനൊക്കെ പേര് ഈ വിക്രം എന്നും പ്രഗ്യാൻ എന്നുമാണ്. അപ്പൊ നമ്മൾക്ക് ചന്ദ്രയാൻ 2 എത്തുമ്പോഴും നിങ്ങൾ ഇത് ഓർമ്മിക്കുക. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേരെന്താണ്? വിക്രം എന്നാണ്. ഇതേ ക്വസ്റ്റ്യൻ ഇതുപോലെ ചോദിക്കും. എന്ത്? ചന്ദ്രയാന്റെ ലാൻഡറിന്റെ പേരെന്താണ്? മറക്കരുത്. ലാൻഡറാണ് ലാൻഡ് ചെയ്യുന്നത്. ലാൻഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ധൈര്യം വേണം. അപ്പൊ ധൈര്യം എന്നുള്ള അർത്ഥമുള്ള വിക്രം എന്ന പേരാണ് ഇട്ടിരിക്കുന്നത്. അടുത്തത് റോവറാണ്. റോവർ ആണെങ്കിൽ ജ്ഞാനം വേണം. ജ്ഞാനം ഉള്ളത് പ്രഗ്യാനാണ്. പ്രഗ്യാൻ. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ഈ ലാൻഡറിന്റെ, വിക്രം എന്ന ലാൻഡറിന്റെ പരീക്ഷണ ലാൻഡിംഗ് നടത്തിയത് തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേര് വിക്രം. വിക്രത്തിന്റെ അർത്ഥം ധൈര്യം. റോവർ പ്രഗ്യാൻ, ജ്ഞാനം എന്നാണ് അതിൻ്റെ അർത്ഥം. ദെൻ ലാൻഡറിന്റെ പരീക്ഷണ ലാൻഡിംഗ് നടത്തിയത് തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ വെച്ചിട്ടാണ് ലാൻഡറിന്റെ പരീക്ഷണ ലാൻഡിംഗ് നടത്തിയത്. ഓക്കെ ആണല്ലോ ഇത്രയും? ഓക്കെ, നിങ്ങളൊന്ന് റീകളക്ട് ചെയ്ത് നോക്കുക. അടുത്തത്, ചന്ദ്രയാന് 3 ദൗത്യ ലക്ഷ്യം ഉണ്ടായിരുന്നു. ചന്ദ്രയാൻ 3 ദൗത്യ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. 1, ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതമായ സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാകും എന്ന് ബോധ്യപ്പെടുത്തുക. അതായത് ചന്ദ്രയാൻ 2 അമ്പേ പരാജയമായിരുന്നു. ദക്ഷിണ ധ്രുവത്തിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു ചന്ദ്രയാൻ 2 ലക്ഷ്യം. പക്ഷെ അത് നടന്നില്ല. പക്ഷേ ചന്ദ്രയാൻ 3 എന്ത് തീരുമാനിച്ചു? ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതമായിട്ടൊരു സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാകും എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തണം. അത് 1ാമത്തെ ലക്ഷ്യം. അടുത്തത് റോവർ. നമ്മുടെ റോവറിന്റെ പേരെന്താണ്? പ്രഗ്യാനാണ്. റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് കാണിക്കണം. പിന്നെ ഈ സ്ഥലത്ത് എവിടെയാണോ എത്തിയ സ്ഥലം, ആ സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തണം. ഈ 3 ദൗത്യ ലക്ഷ്യങ്ങളാണ് ചന്ദ്രയാന് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതമായ സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാക്കണം. റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് കാണിക്കണം. പിന്നെ എവിടെയാണോ ലാൻഡ് ചെയ്തത് എവിടെയാണ്? ശിവശക്തി പോയിന്റിൽ. അവിടെ എന്ത് ചെയ്യണം? ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തണം. ഇത്രയായിരുന്നു ദൗത്യ ലക്ഷ്യങ്ങൾ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് പേലോഡുകളെ പറ്റിയിട്ടാണ്. എത്ര പേലോഡുകളാണ് ചന്ദ്രയാൻ 3 പേടകത്തിൽ ഉണ്ടായിരുന്നതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. 4, 2, 6, 1, 7. മൊത്തം 7 പേലോഡുകളാണ് ചന്ദ്രയാൻ 3 ഉണ്ടായിരുന്നത്. അതിൽ വിക്രത്തിന് 4 പേലോഡുകൾ, പ്രഗ്യാന് 3 പേലോഡുകൾ, പ്രഗ്യാന് 2 പേലോഡുകൾ, പിന്നെ നമ്മുടെ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡായിട്ട് 1 അങ്ങനെ മൊത്തം 7 പേലോഡുകളാണ് ആർക്കുണ്ടായിരുന്നത്? ചന്ദ്രയാൻ 3 ഉണ്ടായിരുന്നത്. ഇതിൽ വിക്രം ലാൻഡറിന്റെ പേലോഡുകൾ നമ്മൾ പഠിച്ചിരിക്കണം. എല്ലാ പേലോഡുകളും അറിഞ്ഞിരിക്കണം. കാരണം പരീക്ഷയ്ക്ക് താഴെ തന്നിരിക്കുന്നവയിൽ വിക്രത്തിന്റെ പേലോഡ് അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ പ്രഗ്യാന്റെ പേലോഡായത് ഏത് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഈ 7 പേലോഡുകളും അറിഞ്ഞിരിക്കണം. 7 പേലോഡുകൾക്കും വ്യത്യസ്തമായ ഫംഗ്ഷനുകളാണ്. അത് അറിഞ്ഞില്ലേലും പ്രശ്നമില്ല. ഏതൊക്കെയാണ് പേലോഡുകൾ, ഏതിൻ്റെയൊക്കെ പേലോഡുകളാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ 3 പേലോഡുകളാണ് ലാൻഡറിലുള്ളത്. മൊത്തം ലാൻഡർ ഏതാണ്? വിക്രമാണ്. വിക്രത്തിന് 4 പേലോഡുകളാണുള്ളത്. അതിൽ 3 ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പേലോഡുകളാണ്. അതങ്ങനെ തന്നെ പഠിക്കുക. 1 രംഭ LP, പിന്നെ ചസ്റ്റേ,
ഇൽസ. എഴുതിയിരിക്കുന്ന രീതി നോക്കുക, അത് അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കാം. ഓക്കെ, ഇന്ത്യയുടെ 3 പേലോഡുകളാണ് ലാൻഡറിലുള്ളത്. രംഭ LP, പിന്നെ ചെസ്റ്റ്, പിന്നെ ഇൽസ. ഇനി വിക്രം ലാൻഡറിൽ നാസ രൂപകൽപ്പന ചെയ്ത ഒരു പേലോഡുണ്ട്, അതിൻ്റെ പേര് LRA എന്നാണ്. അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ വിക്രം ലാൻഡറിൽ നാസ രൂപകൽപ്പന ചെയ്ത പേലോഡിൻ്റെ പേരെന്താണ്? LRA എന്നാണ്. ഇന്ത്യയുടെ 3 പേലോഡുകളാണ് ലാൻഡറിലുള്ളത്. അത് ഏതൊക്കെയാണ്? രംഭ LP, ചെസ്റ്റ്, ഇൽസ എന്നിവയാണ്. രംഭ LP, ചെസ്റ്റ്, ഇൽസ എന്നിവയാണ്. LRA ആണ് നാസ രൂപകൽപ്പന ചെയ്ത ലാൻഡറിലുള്ള പേലോഡ്. ഈ 4 ക്ലിയർ ആയല്ലോ. രംഭ LP, ചെസ്റ്റ്, ഇൽസ, LRA. അടുത്തത് പ്രഗ്യാനിലാണ്. പ്രഗ്യാനാണ് റോവർ. റോവറിലെ പേലോഡുകളുടെ എണ്ണം 2 ഒന്ന് ലിപ്സ്, LIBS, ലിപ്സ്, APXX. ഇങ്ങനെ 2 പേലോഡുകളാണ് പ്രഗ്യാനിലുള്ളത്. ലിപ്സ്, APXX. നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക, തിരിഞ്ഞു പോകരുത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇനി ചോദിക്കാനും സാധ്യതയുണ്ട്. അടുത്തത് പ്രൊപ്പൽഷൻ മോഡ്യൂൾ പേലോഡ് ഒരെണ്ണേ ഉള്ളൂ, അത് ഷേപ്പാണ്. SHAPE ആണ് പ്രൊപ്പൽഷൻ മോഡ്യൂൾ പേലോഡ്. ഓക്കെ ആണല്ലോ. 3 പേലോഡ് വിക്രത്തിൻ്റെത്, പിന്നെ ഒരെണ്ണം നാസയ്ക്കുണ്ട്, അതും ലാൻഡറിലുള്ളതാണ്, അത് LRA. പ്രഗ്യാന് 2 ലിപ്സ്, APXS. പ്രൊപ്പൽഷൻ മോഡ്യൂൾ പേലോഡാണ് ഷേപ്പ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ചന്ദ്രയാൻ 3 പറ്റിയിട്ട് പഠിക്കാനുള്ളത്. വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കിയതാണ് ചന്ദ്രയാൻ 3. അപ്പോൾ ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് ചന്ദ്രയാൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷനാണ്. അതിന് മുന്നേ ഉള്ള ഇന്ത്യയുടെ 2ാമത്തെ ചന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ 2. വിജയിച്ചോ? വിജയിച്ചില്ല, ബോംബെ പരാജയമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ചെലവ് എത്രയാണെന്നറിയാവോ? 978 കോടിയാണ്. അതായത് ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കിയത് ചന്ദ്രയാൻ 2 വേണ്ടിയിട്ടാണ്, പക്ഷേ പരാജയപ്പെട്ടു. ഇത് വിക്ഷേപിച്ചത് 2019 ജൂലൈ 22 2019 ജൂലൈ 22. നമുക്കറിയാം ജൂലൈ 21 ചാന്ദ്രദിനമാണ്. അപ്പോൾ 2019 ജൂലൈ 22 ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. വിക്ഷേപണ കേന്ദ്രമൊക്കെ സെയിമാണ്, സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ടയാണ്. വിക്ഷേപണ വാഹനം ഒന്ന് ആലോചിച്ച് നോക്ക്, 978 കോടി രൂപ ചെലവാക്കണമെങ്കിൽ ഏറ്റവും വലിയ വാഹനമായ വിക്ഷേപണ വാഹനത്തിലാണ് നമ്മുടെ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. ഈ വിക്ഷേപണ വാഹനത്തിൻ്റെ പേര് ബാഹുബലി എന്നറിയപ്പെടുന്ന GSLV Mark 3 റോക്കറ്റാണ്. മറ്റടുത്ത് LVM-3 M4 കമ്പയർ ചെയ്ത് പഠിക്കണം. ചന്ദ്രയാൻ 3 LVM-3 M4 ആയിരുന്നെങ്കിൽ ഇവിടുത്തെ വിക്ഷേപണ വാഹനം ഏതാണ്? GSLV Mark 3 റോക്കറ്റാണ്. ഈ GSLV Mark 3 റോക്കറ്റ് അറിയപ്പെടുന്നത് ബാഹുബലി എന്നാണ്. ഓക്കെ, അടുത്തത് ഇതിൻ്റെ ലക്ഷ്യം ഞാൻ പറഞ്ഞു, ചന്ദ്രത്തിലെ, അതായത് നമ്മുടെ ചന്ദ്രോപരിതലത്തിലെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 2 പേടകം എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഈ മിഷന്റെ ഡയറക്ടറും പ്രൊജക്ട് ഡയറക്ടറും 2 സ്ത്രീകളാണ്. മിഷൻ ഡയറക്ടർ ആരായിരുന്നു? ഋതു കരുത്താലായിരുന്നു മിഷൻ ഡയറക്ടർ. പ്രൊജക്ട് ഡയറക്ടർ മുത്തയ്യ വനിതയും. ഓക്കെ, അപ്പോൾ 2 പേരും വനിതകളായിരുന്നു. മിഷൻ ഡയറക്ടർ ഋതു കരുത്താലും പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? മുത്തയ്യ വനിതയും. ഇനി ചന്ദ്രയാൻ 2 വിക്ഷേപിക്കുന്ന സമയത്തെ ISRO ചെയർമാൻ K. ശിവൻ ആയിരുന്നു. ഇനി 2019 ജൂലൈ 22 വിക്ഷേപിച്ചത്. ഇത് ഭ്രമണപഥത്തിലെത്തി. ഓക്കെ, ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തി. 2019 ഓഗസ്റ്റ് 20 ഭ്രമണപഥത്തിലെത്തിയത്. പക്ഷേ 2019 സെപ്റ്റംബർ 2 വിക്രം വേർപെട്ടു. ഏതെന്ന്? വിക്രം എന്ന് പറയുന്നത് ലാൻഡറാണ്. ലാൻഡർ പ്രഗ്യാനും കൂടെ റോവറും കൂടി വേർപെട്ട് സെപ്റ്റംബർ 7 ഈ വിക്രമുമായിട്ടുള്ള ബന്ധം നമ്മുടെ ഓർബിറ്റിന് നഷ്ടമായി. വെറും 2.1 കിലോമീറ്ററിനടുത്ത് വെച്ചിട്ടാണ് ഈ ഒരു ബന്ധം നഷ്ടമായത്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മിഷൻ പരാജയപ്പെടാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്, ഇവിടുത്തെ മിഷൻ ഡയറക്ടർ ആരാണ്?
റിതു കരുത്താലാണ്. പ്രൊജക്ട് ഡയറക്ടർ മുത്തയ്യ വനിതയാണ്. ഈ സമയത്തെ ISRO ചെയർമാൻ K ശിവനാണ്. ഭ്രമണപഥത്തിൽ എത്തിച്ചത് 2019 ഓഗസ്റ്റ് 20-നാണ്. വിക്രം വേർവിട്ടത് സെപ്റ്റംബർ 2-നാണ്. പക്ഷേ സെപ്റ്റംബർ 7 ആയപ്പോഴേക്കും വിക്രമുമായിട്ട് ഓർബിറ്റിന് യാതൊരു ബന്ധവും ഇല്ലാതായി. വെറും 2.1 കിലോമീറ്റർ അടുത്ത് വെച്ചിട്ടാണ് ഈ ഒരു ബന്ധം നഷ്ടപ്പെട്ടത്. ഇനി വിക്ഷേപിച്ചത് എന്നാണ്? 2019 ജൂലൈ 22-നാണ്. ഇനി നമ്മുടെ ചന്ദ്രയാൻ 2-ന്റെ ഭാഗങ്ങൾ പഠിച്ചു വയ്ക്കുക. ഒന്ന്, ചന്ദ്രനെ വലം വെക്കുന്ന ഓർബിറ്റർ ഉണ്ട്. പിന്നെ ചന്ദ്രോപരിതലത്തേക്ക് ഇറങ്ങുന്ന ലാൻഡർ, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവായ വിക്രം സാരാഭായിയോടുള്ള സൂചനയ്ക്കായിട്ടാണ്, ആദരസൂചകമായിട്ടാണ് ലാൻഡറിന് നമ്മൾ വിക്രം എന്ന പേര് കൊടുത്തത്. ഇനി പര്യവേഷണം നടത്തുന്ന റോവറാണ് പ്രഗ്യാൻ. എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ബുദ്ധി, ജ്ഞാനം എന്നൊക്കെയാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് റോവറിന് പ്രഗ്യാൻ എന്ന പേര് കൊടുത്തത്. ഇനി നമ്മുടെ ചന്ദ്രയാൻ 2-ന്റെ ചന്ദ്രപ്രതലം ഒരുക്കാൻ വേണ്ടിയിട്ട് ഒരു മണ്ണ് ഉപയോഗിച്ചു. അത് സേലത്തെ മണ്ണാണ്. ഈ സേലത്തെ മണ്ണ് അനോർത്തോസൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അനോർത്തോസൈറ്റ് എന്ന് അറിയപ്പെടുന്നു. ഇനി ചന്ദ്രന്റെ ഗുരുത്വാകർഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ഹീലിയം ബലൂണുകളാണ്. ഇതൊക്കെ ജസ്റ്റ് ഓർമ്മിച്ചിരിക്കേണ്ട പോയിന്റ്സ് ആണ്. ഓക്കെ, ഇത്രയും ഡീപ്പായിട്ട് ചന്ദ്രനിൽ 2 ചോദിക്കാൻ സാധ്യതയില്ല. പക്ഷെ എങ്കിൽ കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് വായനയിൽ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. അടുത്തത് ചന്ദ്രയാൻ 1 ആണ്. ഇന്ത്യയുടെ പ്രഥമ ചന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 1. ഈ ചന്ദ്രയാൻ എന്ന പേര് ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് AB വാജ്പേയി ആണ്. അതായത് AB വാജ്പേയിയുടെ സമയത്ത് 2008-ലാണ് ഇത് വിക്ഷേപിക്കുന്നത്, ഇല്ലേ? 2008-ലാണ് ഇത് വിക്ഷേപിക്കുന്നത്. സോ AB വാജ്പേയി ആണ് ചന്ദ്രയാൻ 1 എന്ന പേര് നിർദ്ദേശിച്ചത്. ചന്ദ്രയാൻ 1-ന്റെ നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുമ്പോൾ ISRO ചെയർമാൻ ആയിരുന്നത് ഡോക്ടർ കസ്തൂരി രംഗൻ ആയിരുന്നു. എന്നാൽ ചന്ദ്രയാൻ 1-ന്റെ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ G മാധവൻ നായറുമാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ ISRO ചെയർമാൻ പ്രാരംഭ നടപടികൾ എടുക്കുന്ന സമയത്ത് ചന്ദ്രയാൻ 1-ന്റെ സമയത്ത് ഡോക്ടർ കസ്തൂരി രംഗനാണ്. എന്നാൽ ചന്ദ്രയാൻ 1-ന്റെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ G മാധവൻ നായരാണ്. ഇനി ചന്ദ്രയാൻ 1-ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? M അണ്ണാദുരൈയാണ്. M അണ്ണാദുരൈയാണ്. ചന്ദ്രനിലേക്കുള്ള 68-ാമത്തെ, അതായത് ഇന്ത്യ ലോകത്തിൽ മൊത്തം എടുക്കുകയാണെങ്കിൽ ഈ ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത് ചന്ദ്രനിലേക്കുള്ള 68-ാമത്തെ ദൗത്യം ആയിരുന്നു. ഇങ്ങനെ ചന്ദ്രയാൻ 1 വിജയകരമായിരുന്നു. ഈ ചന്ദ്രയാൻ 1 വിജയകരമായതോടുകൂടി ചന്ദ്രനിലേക്ക് പോകുന്ന ചന്ദ്ര ദൗത്യം നടത്തിയ 4ാമത്തെ രാജ്യമായി ഏത്? ഇന്ത്യ 4ാമത്തെ രാജ്യമായി. ഇതിനു മുന്നേ ആദ്യമായിട്ട് USSR അഥവാ സോവിയറ്റ് യൂണിയൻ, അത് കഴിഞ്ഞ് USA, അമേരിക്ക, പിന്നെ ചൈന. 4ാമത്തെ രാജ്യമായി ഏത്? നമ്മുടെ ഇന്ത്യ വന്നു. ഇനി ഇന്ത്യയെ ചന്ദ്രയാൻ 1-ന് വേണ്ടിയിട്ട് സഹായിച്ച രാജ്യമാണ് റഷ്യ. ചന്ദ്രയാൻ 1-ന്റെ ബാക്കി നടപടിക്രമങ്ങൾക്കെല്ലാം സഹായിച്ചത് ആരാണ്? റഷ്യയാണ്. ഇനി ചന്ദ്രൻ ഭ്രമണപഥത്തിലെത്തിയത് എന്നാണ്? 2008 നവംബർ 8-നാണ്. 2008 നവംബർ 8-നാണ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയത്. 2000 നവംബർ 14-ന് ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറക്കി ഏത്? വിക്രം. ഇങ്ങനെ ചന്ദ്രോപരിതലത്തിൽ ഇടച്ചിറക്കാൻ സഹായിച്ച ചന്ദ്രയാൻ 1-ന്റെ ഭാഗമാണ് മൂൺ ഇമ്പാക്റ്റ് പ്രോബ്. വളരെ പ്രധാനപ്പെട്ട പാർട്ടാണ് ചന്ദ്രയാൻ്റെ 1-ന്റെ ഈ ഭാഗം. മൂൺ ഇമ്പാക്റ്റ് പ്രോബാണ് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക നാട്ടാനൊക്കെ സഹായിച്ചത്. ഈ മൂൺ ഇമ്പാക്റ്റ് പ്രോബാണ്. അപ്പോൾ ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങാൻ സഹായിച്ച ചന്ദ്രയാൻ 1-ന്റെ ഭാഗമാണ് മൂൺ ഇമ്പാക്റ്റ് പ്രോബ്. ദെൻ ചന്ദ്രയാൻ 1-ൽ എത്ര നിരീക്ഷണ ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു? 11 നിരീക്ഷണ ഉപഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത്. ചന്ദ്രയാൻ 1 312 ദിവസം പ്രവർത്തിപ്പിച്ചു. 2009 ഓഗസ്റ്റ് 29-ന് പ്രവർത്തനം അവസാനിപ്പിച്ചു. ഇനി ചന്ദ്രയാനിൽ ഉണ്ടായിരുന്ന നാസയുടെ മൂൺ മിനറോളജി മാപ്പ് എന്താണ്? ചന്ദ്രനിലുണ്ടായിരുന്ന നാസയുടെ മൂൺ മിനറോളജി മാപ്പ് എന്ന പേടകം ചന്ദ്രനിൽ ധാരാളം ജലമുണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ അത് ചന്ദ്രയാൻ 1 വഴിയാണ് ചന്ദ്രനിൽ ധാരാളം ജലമുണ്ടെന്ന് കണ്ടെത്തിയത്. ഇതിന് സഹായിച്ച നാസയുടെ മാപ്പിൻ്റെ പേരാണ് നാസയുടെ മൂൺ മിനറോളജി മാപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ചന്ദ്രയാൻ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ചന്ദ്രയാൻ 1-നെ പറ്റിയിട്ട് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചെലവ്, അതായത് ചന്ദ്രയാൻ 1-ന് വേണ്ടിയിട്ടാണ്
കുറച്ച് ചിലവ് നടത്തിയത് 386 കോടി. ഇത് വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22-നാണ്. 2008 ഒക്ടോബർ 22. അപ്പോൾ വിക്ഷേപിച്ച 3 ചന്ദ്രയാനും വിക്ഷേപിച്ച ഡേറ്റുകൾ മറക്കരുത്. 2008 ഒക്ടോബർ 22-ന് ചന്ദ്രയാൻ 1, 2019 ജൂലൈ 22-ന് ചന്ദ്രയാൻ 2, 2023 ജൂലൈ 14-ന് ചന്ദ്രയാൻ 3. ഇതിൻ്റെ ഭാരം വെറും 1380 കിലോഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1380 കിലോഗ്രാം. എന്നാൽ 3900 കിലോഗ്രാം ഉണ്ടായിരുന്നത് ഏതിനാണ്? നമ്മുടെ ചന്ദ്രയാൻ 2-വിനാണ്. ചന്ദ്രയാൻ 3-ക്കാണെങ്കിലോ, ചന്ദ്രയാൻ 3-ക്ക് എത്ര കിലോഗ്രാം ഉണ്ടായിരുന്നു? ചന്ദ്രയാൻ 3-ക്കാണ് 3900 കിലോഗ്രാം ഉണ്ടായിരുന്നത്. ചന്ദ്രയാൻ 2-വിന് നമ്മൾ നോട്ട് ചെയ്തിട്ടില്ല, അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ചന്ദ്രയാൻ 2-വിന് എത്രത്തോളം ഉണ്ടായിരുന്നെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താലും മതി. അപ്പോൾ 1380 കിലോഗ്രാം മാത്രമേ ഏതിനുള്ളായിരുന്നുള്ളൂ? ചന്ദ്രയാൻ 1-നുണ്ടായിരുന്നുള്ളൂ. ഇത് വിക്ഷേപിച്ചത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയിലാണ്. അപ്പോൾ ഇനിയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക, ഇതിൻ്റെ നോട്ട്സിന് വേണ്ടിയിട്ട് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക്